വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും ബോറടിച്ച് തുടങ്ങിയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരുപാട് സന്തോഷം. നമ്മൾ അവസാനമായിട്ട് സെപ്റ്റംബർ 11, 2022 പത്തിരിയാലിലെ ഒരു ഓട്ടോട്ട് വെച്ചായിരിക്കും നമ്മൾ ഇതുപോലെ ഒന്ന് ഒത്തൊരുമിച്ച് കൂടിയിരുന്നത്. ഒരുപാട് സന്തോഷം. അന്നത്തെ പോലെ ഇന്നും ഇത്തരം ഒരു വേദിയിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ. എനിക്കിവിടെ അധികം ആൾക്കാരൊന്നും പരിചയമില്ല, ഇനിയും പരിചയം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ അലീന, തൃശ്ശൂരിൽ 3ാം വർഷ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡന്റ് ആണ്. എന്റെ വീട് പാടിക്കാട്. ഇവിടെ മാനമ്പലം പോലത്തെ അബ്ദുൽ കരീമിന്റെ പേരമകളും കൂടിയാണ് ഞാൻ. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുൻപാണ് ഉപ്പ എന്റെ അടുത്ത് വന്ന് കാണ്ട് ഇത്തരത്തിലൊരു സംഗമത്തെ കുറിച്ചും എന്തായാലും അവിടെ എന്തിനേനെ കുറിച്ച് സംസാരിക്കണം എന്ന് എന്നോട് വന്ന് പറഞ്ഞത്. കഴിഞ്ഞൊരു അവസരത്തിൽ നാം കുടുംബത്തെ കുറിച്ചും കുടുംബത്തിന്റെ സുരക്ഷയെ കുറിച്ചുമാണ് സംസാരിച്ചതെങ്കിൽ ഇന്ന് ആ കുടുംബം തകർക്കുന്ന, ആ കുടുംബം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിയാണ് നമ്മുടെ വിഷയം. ലഹരിയെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ ജലാല സാർ പോലെയുള്ള ഒരുപാട് ആളുകളോട് എത്തിച്ചേരും. വളരെ കുറച്ച് മാത്രം സംസാരിച്ചിട്ട് നമുക്ക് നിർത്താം. ലഹരി എന്ന വിപത്ത് കഴിഞ്ഞ മാസങ്ങളായി ഇന്നലെ വരെ സോഷ്യൽ മീഡിയകളിലും പത്രമാധ്യമങ്ങളിലൊക്കെ വൻ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? 2025 എന്ന വർഷം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള കൊലപാതകങ്ങൾക്കൊക്കെ കേരളം സാക്ഷിയായി. പക്ഷെ ഏറ്റവും ഭയമുളവാക്കുന്ന കാര്യം എന്നാൽ ഏത് കൊലപാതകങ്ങളായിക്കോട്ടെ, ആക്സിഡന്റുകളായിക്കോട്ടെ, ചെറിയ ചെറിയ അടിപിടി കേസായിക്കോട്ടെ, ഇതിന്റെ എല്ലാം ഉറവിടം അവസാനം എത്തിച്ചേരുന്നത് ലഹരിയിലോട്ട് തന്നെയാണ്, സംശയമില്ല. ദിവസവും രാവിലെ ന്യൂസ് പേപ്പർ എടുത്ത ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് കാണാം സ്കൂൾ വിദ്യാർത്ഥികൾ, കുഞ്ഞുമക്കൾ ലഹരി പിടിച്ചെടുത്തു. അപ്പുറത്തെ പേജിൽ നമുക്ക് കാണാം ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ റൂമുകളിൽ നിന്ന് ലഹരി പിടിച്ചെടുത്തു. ഇന്നലെ വരെ പ്രശസ്ത ഗായക താരം വേടൻ എന്നൊക്കെ അറിയപ്പെടുന്നു, അദ്ദേഹത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. സംവിധായകനിൽ നിന്ന്, അതായത് രാജ്യത്തിന്റെ ഭാവി എന്നറിയപ്പെടുന്ന യുവത്വം, ആ യുവത്വം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? അതിനർത്ഥം സമൂഹം നശിക്കുന്നു എന്ന് തന്നെയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സിൽ പങ്കുവെച്ച ഒരു കഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നേരത്തെ ഒരു സാറ് പറയുകയുണ്ടായി, ഒരാൾക്ക് 3 തിന്മകളിൽ 1 തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിച്ചു. ഒന്നാമത്തെ എന്താണെന്നറിയോ? ഒരാളെ കത്തി കൊണ്ട് കൊലപ്പെടുത്തുക. രണ്ടാമത്തെ ലഹരി ഉപയോഗിക്കുക. മൂന്നാമത്തേത് ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യുക, ഉപദ്രവിക്കുക. തെരഞ്ഞെടുപ്പിന് അവസരം ലഭിച്ചാൽ ചിന്ത തുടങ്ങി, ഏത് തെരഞ്ഞെടുക്കും? മുന്നിലുള്ള ഒരാളെ കത്തിക്കൊണ്ട് കൊലപ്പെടുത്താൻ മാത്രം ദുഷ്ടമല്ല തന്റെ മനസ്സ്, അതുകൊണ്ട് അത് വേണ്ട. രണ്ടാമത്തേത് ലഹരിയുടെ ഉപയോഗം. മൂന്നാമത്തേത് എന്താ? ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യാം, ഉപദ്രവിക്കുക. ഉമ്മി പെങ്ങളൊക്കെ ഉള്ള ആളാ, അതുകൊണ്ട് അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല. കൂട്ടത്തിൽ തീരെ കുറഞ്ഞ തിന്മ ലഹരി തന്നെ, തീർച്ച. അതുകൊണ്ട് അദ്ദേഹം ലഹരി ഉപയോഗിച്ചു. എന്നാൽ ലഹരി ഉപയോഗിച്ചതോടുകൂടി താൻ ചെയ്യാൻ മടിച്ച മറ്റ് 2 തിന്മകൾ ചെയ്യാൻ അദ്ദേഹത്തിന് യാതൊരു പേടിയും തോന്നിയില്ല. മുന്നിലുള്ള വ്യക്തിയെ കടാറ് കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി, തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീയെ മതിയാവോളം ചൂഷണം ചെയ്തു. പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞ് അവസാനിപ്പിച്ചു, നിശ്ചയമായും നിങ്ങൾ ലഹരിയിൽ നിന്നും മാറി നിൽക്കുക. അത് ഒരേ സമയം ഒരുപാട് തിന്മകളിലേക്കുള്ള വാതിലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ച ആ കഥയ്ക്ക് ഇന്ന് കേരളം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളെല്ലാം മക്കളുടെ ആയുധത്തിന് മുന്നിൽ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ശരിയല്ലേ ഞാൻ പറയുന്നത്? കഴിഞ്ഞ ദിവസം ലഹരി മാഫിയയിൽ നിന്നും തിരിച്ചറിവ് കൊണ്ട് ജോലി ഉപേക്ഷിച്ചു പോന്ന ഒരു ചെറുപ്പക്കാരന്റെ ഇന്റർവ്യൂ കാണാനിടയായി. അതിൽ അദ്ദേഹം പറയുന്ന വെളിപ്പെടുത്തലുകൾ ഏവരെയും ഭയമുളവാക്കുന്നതാണ്. എന്താണെന്നറിയോ? കേരളത്തിലെ ലഹരി മാഫിയയിലുണ്ട് കഞ്ചാവ്, എംഡിയും പോലുള്ള ലഹരി വസ്തുക്കളിലേക്ക് എത്തിച്ചേരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് വെറും കേരളത്തിലെ ചെറുപ്പക്കാർ മാത്രമല്ല, സഹോദരനും സഹോദരിയും, അച്ഛനും അമ്മയും, അച്ഛനും മോളും, അമ്മയും മകനും എന്നിങ്ങനെ ഒരു നീണ്ട 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 പട്ടിക. ഞാൻ പറയുന്നത് ശരിയാണെന്നായിരിക്കില്ല നിങ്ങൾ ആലോചിക്കുന്നത്, അത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്, ശരിയല്ലേ? വെഞ്ഞറാമോട് കൂട്ടക്കൊലപാതകം ചെയ്ത അഫാൻ തന്റെ അമ്മയെ ക്രൂരമായി ഉപദ്രവിക്കുന്നതിനും തന്റെ സഹോദരനെയും തന്റെ പ്രണനെയും ഇഞ്ചിച്ചായി കൊലപ്പെടുത്തുന്നതിനും ആ ചെറുപ്പക്കാരന് സാധ്യമായത് എങ്ങനെ? ലഹരിയാണ്. ലഹരിയെ പോലെ ഭ്രാന്തനാക്കുന്ന അവന്റെ ജീവിത സാഹചര്യങ്ങളും ചിന്തിക്കുക.
ഈ ഒരു ജനറേഷൻ, എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനിലെ കുട്ടികളുടെ, യുവതികളുടെ, യുവാക്കളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്നറിയോ? പോരായ്മ എന്താണെന്നറിയോ? ജീവിതത്തിലെ ഒരു പ്രശ്നം വന്നാൽ, ഒരു മാനസിക സമ്മർദ്ദം നേരിട്ടാൽ അവർക്കത് നേരിടാൻ കഴിയുന്നില്ല, അവർക്കത് പരിഹരിക്കാൻ കഴിയുന്നില്ല. മറിച്ച് അവർ താൽക്കാലിക സന്തോഷം തേടി പോകുന്നു, താൽക്കാലിക സമാധാനം തേടി പോകുന്നു. അങ്ങനെ അവർ എത്തിച്ചേരുന്നത്, ഒരു കൂട്ടർ എത്തിച്ചേരുന്നത് ലഹരിയിലോട്ടാണെങ്കിൽ മറ്റൊരു കൂട്ടർ എത്തിച്ചേരുന്നത് ആത്മഹത്യയിലോട്ടാണ്. ഭരണത്തെ മാത്രം കുറ്റപ്പെടുത്താൻ നമുക്കാവില്ല, ശരിയല്ലേ? ഒരു കുട്ടിയുടെ വീട്, കുടുംബം, ചുറ്റുപാട്, ഇതെല്ലാം ആ കുട്ടിയുടെ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. പലപ്പോഴും തന്റെ മക്കളോട് ഒന്ന് കളിച്ചു ചിരിച്ച് സംസാരിക്കുന്ന ഉമ്മമാരുടെയും ഉപ്പമാരുടെയും എണ്ണം ഇന്ന് കൈവിരലുകളിൽ ഒതുങ്ങാവുന്നത് മാത്രമേ ഉള്ളൂ. മറിച്ച് അവർക്കൊരു 100 കൂട്ടം ഉപദേശം നൽകുന്നതിനും അവരെ വഴക്ക് പറയുന്നതിനും മാത്രമേ പല മാതാപിതാക്കളും ഇന്ന് കുട്ടികളെ സമീപിക്കാറുള്ളൂ. ഇതെന്താ ഉണ്ടാക്കുന്നതെന്നറിയോ? നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇടയിൽ പേടിയുടെ ഒരു മതിൽ രൂപപ്പെടുത്തിയെടുക്കുന്നു. അതിലൂടെ അവർ പല കാര്യങ്ങളും നിങ്ങളോട് മറച്ചു വയ്ക്കാൻ തുടങ്ങുന്നു, സമാധാനം തേടിപ്പോകുന്നു, താൽക്കാലിക സന്തോഷം തേടിപ്പോകുന്നു. അങ്ങനെ അവർ എത്തിച്ചേരുന്നത് ലഹരി പോലെയുള്ള ചതിക്കുഴികളോട്ടാണ്. അത് പലപ്പോഴും നിങ്ങൾ പോലും അറിയാതെ പോകുന്നു. അത് നിങ്ങളുടെ കുടുംബത്തെ ഒന്നാകെ നശിപ്പിക്കുന്നു. ജീവിതമാണ് യഥാർത്ഥ ലഹരി എന്ന തിരിച്ചറിവിലോട്ട് നാം എത്തിച്ചേരുക. പരാജയപ്പെടുത്തിയവർക്ക് മുന്നിൽ, ഒറ്റപ്പെടുത്തിയവർക്ക് മുന്നിൽ, ചതിച്ചിട്ട് പോയവർക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക, വിജയിച്ച് കാണിച്ചു കൊടുക്കുക. അതാകണം യഥാർത്ഥ ലഹരി. ഇവിടെയുള്ള ഓരോ കുഞ്ഞു മക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ഉപ്പ, അവരാണ് ഈ ലോകത്ത് നിങ്ങളുടെ വിലമതിക്കാനാകാത്ത